ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. ഈ പുഡിങ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ പുഡിങ്ങിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. പാല്, മുട്ട, 2 ഗ്ലാസ് പാലിന് 2 മുട്ട എടുത്തത് കേട്ടോ. പിന്നെ അല്പം ബീറ്റ്റൂട്ട് കണ്ടോ, കുറച്ച് എടുത്തിട്ടുള്ളത് ഒരു കളർ മാറ്റത്തിന് വേണ്ടിയിട്ട്, ചെറിയൊരു രുചിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പഞ്ചസാര, പിന്നെ കപ്പ, പിന്നെ വാനില എസൻസ്. ഇത് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പാല് പകുതി ഒരു ഡബറയിൽ പാലും. ആ ഡബറയിൽ അടുപ്പത്ത് ഗ്യാസ് ഓണാക്കിയിട്ട് അതിലേക്ക് പകുതി പാല് പാർന്നിട്ട് അതിലേക്ക് ഞാൻ ബീറ്റ്റൂട്ട് ഇടും. ബീറ്റ്റൂട്ട് ഇട്ട് 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ മുട്ട ഉടച്ച് പാരും. അതിൻ്റെ ശേഷം പഞ്ചസാര ഇടും. അത് നല്ലോണം തിളച്ചതിന് ശേഷം അത് മാറ്റി വെക്കും. അത് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക ചെയ്യട്ടോ. അത് മാറ്റി വെക്കാൻ ചെയ്തതിന് ശേഷം ബാക്കി പകുതി പാലുണ്ടല്ലോ, ആ പകുതി പാല് അടുപ്പത്ത് വെച്ച് ഞാനൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ കപ്പ ഇട്ട് അതിൽ തിളക്കും. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങി വെച്ച സാധനങ്ങൾ തണുത്തിട്ടുണ്ടാവും. അത് ഞാനെന്ത് ചെയ്യും, ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് ജ്യൂസ് അടിക്കും. മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ജ്യൂസ് അടിക്കും. അത് ജ്യൂസ് അടിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, പിന്നെ അതിലേക്ക് ഈ കപ്പയും പൂളിയും കൂടി തിളപ്പിച്ചത് ചൂടാറിയിട്ടുണ്ടാവും. അത് അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ജ്യൂസ് അടിക്കും. അതടിക്കുന്നതോട് കൂടി വാനില എസൻസ് 1 സ്പൂണ് പാർന്ന് വെക്കുക. കൂടുതലാവരുത്, 1 സ്പൂണ് കഷ്ടിച്ച് 1 സ്പൂണ് പാടുള്ളൂ. കുറഞ്ഞ സാധനങ്ങൾ കുറച്ചത് പാടുള്ളൂ. അങ്ങനെ നമ്മൾ അതടിച്ച് പാർന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഒരു പാത്രത്തിൽ പാർന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ആ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നല്ല രുചിയോട് കൂടി ഒന്ന് നല്ല രുചി ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയിട്ടോ. പിന്നെ ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസുകൾ ഇതൊക്കെ ഉണ്ട്, കുറച്ചുള്ളൂ. അതായത് കുട്ടികൾക്കൊക്കെ എപ്പോഴും കൊടുക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസാണ് കേട്ടോ ഇതിലുള്ളത്. അതുകൊണ്ട് ഇതിൽ ഞാൻ എൻ്റെ മിന്നാമിന്നി വീട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ പാൻറ്റുകൾ അടിക്കുന്നതാണ് ഇട്ടത്. അതിൻ്റെ കൂടെയാണിത് ഞാൻ നന്നായിട്ട് ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടോ. നമ്മൾ പുഡിങ് റെഡിയായി. ഇതായത് നമ്മൾ കണ്ടതിൻ്റെ കണ്ടത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചാർക്കും സ്നാക്സൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് സിറ്റിയിൽ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണമെങ്കിൽ നമുക്ക് ഇടും വേണ്ട. ഇതൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തത്. നമ്മളിങ്ങനെ ഇത് മുറിച്ച് കൊടുക്കും. ഒന്നും കൂടിയും സെറ്റ് ആവും കേട്ടോ. ഞാനത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതിങ്ങനെ എടുത്തിട്ട് വേണ്ട ഇങ്ങനെ നല്ല പോലെ എടുത്തിട്ട് നമ്മളൊരു കപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് സെറ്റായിട്ടുള്ളൂ കേട്ടോ, കൂടുതലായിട്ടില്ല. കൂടുതലാവണമെങ്കിൽ